വെൽ കുറേ നാളായിട്ട് കാണാൻ നേരിട്ട് സാധിച്ചിട്ടില്ല ഈ കോവിഡിൻ്റെ സാഹചര്യം ആയതുകൊണ്ട്. എന്നാലും നിങ്ങളെല്ലാവരെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മുടെ നാട്ടിലെ ഈ സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ എന്നുള്ള സംരംഭം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏകദേശം 1.5 മാസമായിട്ട്. അപ്പോൾ നമ്മൾ കരട് വോട്ടർ പട്ടിക 16-ാം തീയതി നവംബർ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 15-ാം തീയതി ഡിസംബർ വരെ ഇതിൻ്റെ അവസാന തീയതിയായിരുന്നു. എന്നാലും ഇലക്ഷൻ, ഈ പഞ്ചായത്തുകളുടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് വീണ്ടും ഇത് നീട്ടിക്കൊടുക്കാൻ ഒരു നിവേദനം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ 15 ദിവസം കൂടി നമുക്ക് അനുവദിച്ചു. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ എക്സ്റ്റൻഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കാരണം എല്ലാ വർഷം ഈ സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ, അതായത് സമ്മറി വോട്ടേഴ്സ് ഈ റിവിഷൻ നടക്കാറുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ പട്ടിക എല്ലാ വർഷം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷം. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തീയതികൾ നിശ്ചയിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഇല്ലാതെ കൊണ്ട് അവർക്ക് സമയബന്ധിതമായി ഇത് 15-ാം തീയതി ഡിസംബർ വരെ തന്നെ അവർക്ക് ഈ അപേക്ഷ സ്വീകരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ നമുക്ക് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇത് ആവശ്യപ്പെട്ടു. ഞാൻ അവരുടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ അപ്പോൾ അവരുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഡിസംബർ 31-ാം തീയതി വരെ നമുക്ക് ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ്, കൂടാതെ പുതിയ ആപ്ലിക്കേഷൻസ്, കൂടാതെ എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറമെ ഈ മരിച്ചു പോയ ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാനും വേണ്ടി ഈ അവസരമാണ് കൊടുത്തത്. ഇതിൻ്റെ അവസാന ദിവസം നാളെയാണ്. അപ്പോൾ നമുക്ക് ഈ കരട് വോട്ടർ പട്ടികയുടെ കാര്യം നേരത്തെ പറയാനായിരുന്നു നിങ്ങളോട്. പക്ഷേ വീണ്ടും ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ആകെ വോട്ടേഴ്സിൻ്റെ എണ്ണം നമ്മുടെ സംസ്ഥാനത്തിൽ 2,63,08,087 ആയിരുന്നു. ദിസ് വാസ് ഓൺ 16th of November. 2,63,888 ഇതായിരുന്നു. 2,63,08,087 ഇതാണ് നവംബർ 16-ാം തീയതിയുടെ കണക്ക്. അത് അനുസരിച്ച് ഈ 1.5 മാസത്തിന് ഉള്ളിൽ ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തി ഈ കൂടുതൽ അപേക്ഷ ഇതുവരെ ഇതിൽ പേര് വരാത്ത ആൾക്കാർക്ക് അവസരം കൊടുക്കാനാണ് ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ. ഈ 16-ാം തീയതിയുടെ മറ്റൊരു കണക്ക് നോക്കുമ്പോൾ 80+, അതായത് 80 വയസ്സ് പൂർത്തീകരിച്ച ആൾക്കാരുടെ എണ്ണം 6,51,317. 6,51,317 ഇതായിരുന്നു പീപ്പിൾ ഹു ആർ അബവ് 80 years നമ്മുടെ സംസ്ഥാനത്തിൽ. കൂടാതെ സർവീസ് വോട്ടേഴ്സിൻ്റെ എണ്ണം 56,697. ഇതിന് പുറമെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം NRIമാരെ കൂടുതൽ പ്രവാസി കേരളീയർ കൂടുതൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ വരണം, അതിൻ്റെ കൂടി ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും കൂടുതൽ ഈ ലോക്സഭാ സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ NRIമാരെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ ഫലമായിട്ട് ഈ കരട് വോട്ടർ പട്ടികയിൽ 89,154 പേരാണ് പ്രവാസി കേരളീയർ. ഇതാണ് പ്രധാനമായിട്ട് ഈ കരട് വോട്ടർ പട്ടികയിൽ ഉള്ള ഡീറ്റെയിൽസ്, ബ്രോഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഏജ് കോഹോർട്ട്സ്, എത്ര വയസ്സിലെ എത്ര ആൾക്കാരെ ഉണ്ടായിരുന്നു അതിൻ്റെ കണക്ക് കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ 80+ ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഏറ്റവും കൂടുതൽ സംഖ്യ വോട്ടേഴ്സിൻ്റെ ഉള്ളത്
52 lakhs 68,382 between the age group of 40 to 49. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഗ്രൂപ്പിൽ. ബിറ്റ്വീൻ 18 to 19 യുവ വോട്ടർമാരുടെ എണ്ണം 10,07,074. ഇതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള ആശങ്ക. കാരണം തലമുറ യുവകളുടെ എണ്ണം നമ്മൾ കൂടുതൽ ഇതിൽ എൻറോൾ ചെയ്യണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഏജ് ഗ്രൂപ്പിലാണ് വരേണ്ടത്. പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എണ്ണം ഏകദേശം 165 ആണ്. നേരത്തെ ഇത് 0 ആയിരുന്നു. ലോക്സഭാ സമയത്ത് 174 ആയി. അല്ല, നവംബറിൻ്റെ കരട് വോട്ടർ പട്ടികയുടെ ഇപ്പോൾ ഇന്നത്തെ കണക്ക് പറയാം ഞാൻ നിങ്ങളോട്. അത് ഞാൻ ഈ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാലും ഇന്ന് പറയാം, കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ദീസ് ആർ ദ ഡീറ്റെയിൽസ് വിത്ത് റിഗാർഡ് ടു ദി ഡ്രാഫ്റ്റ് ഇലക്ടോറൽ റോൾ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഓൺ 16th of November. ഓക്കെ, അതിനുശേഷം നമുക്ക് നവംബർ 16 മുതൽ ഡിസംബർ 15 വരെ കിട്ടിയ അപേക്ഷ 1,41,000 ആയിരുന്നു ഒരു മാസത്തിനുള്ളിൽ. അതായത് ഫ്രോം 16th of November to 15th of December. കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നു, അതുകൊണ്ട് വളരെ കുറവാണ് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ വളരെ ഇൻറ്റൻസീവായിട്ട് ഈ അവയർനെസ് ക്യാമ്പയിൻ, ഈ പ്രചരണ പരിപാടികൾ നടത്തി. അതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പ്രേസിൻ്റെ വളരെയധികം സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ജനങ്ങളെ അറിയിക്കാനും ഇതിൽ കൂടുതൽ പങ്കാളിയാക്കാനും കൂടുതൽ പേര് ചേർക്കാനും അതാത് സമയത്ത് every news channel, every newspaper have been bringing out the reports. And അതിൻ്റെ ഫലമായിട്ട് ഏകദേശം 4 ലക്ഷം അപേക്ഷകൾ നമുക്ക് അതിനുശേഷം കിട്ടിയതാണ്. ഇന്ന് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 30ാം തീയതി വരെ 5,38,000 അപേക്ഷയാണ് കിട്ടിയത്. 5,38,309. അപ്പോൾ ഇത് വളരെ ഇൻറ്റൻസീവ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ വഴി, പ്രസ് വഴി, TV ചാനൽസ് വഴി കൊടുത്തതുകൊണ്ടാണ് 38,000 അപേക്ഷ ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ 4,37,000 ആയിരുന്നു. അപ്പോൾ ഒറ്റ ദിവസം കിട്ടിയത് 1 ലക്ഷം കൂടി. ഇന്ന് നാളെ ചിലപ്പോൾ ഇത് 6 ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് വീണ്ടും ഒരു നല്ല ജനങ്ങളോട് ഇത് നിങ്ങളെ വഴി ഞാൻ വീണ്ടും ജനങ്ങളോട് ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ടുമാറോ ഈസ് ദ ലാസ്റ്റ് ഡേ. സം മോർ പീപ്പിൾ ക്യാൻ സ്റ്റിൽ ഫയൽ ദ ആപ്ലിക്കേഷൻസ് so that maximum number of people find the place. ഈ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ നമ്മുടെ ഈ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിൻ്റെ പ്രൊജക്റ്റഡ് പോപ്പുലേഷനാണ് 2,69,00,000. അപ്പോൾ 69 വരെ എത്തണം. 63 വരെ എത്തിയിട്ടുണ്ട്. ഇറ്റ് ഷുഡ് റീച്ച് അപ് ടു 69. പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ ആണ് വിച്ച് ഈസ് എലിജിബിൾ ടു ബി ദ വോട്ടേഴ്സ്. ഈ 2011 സെൻസസിൻ്റെ സന്ദർഭത്തിൽ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ 2021 വരെ അപ് ടു ജനുവരി വരെ ഈ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ 2,69,00,000 ആണ്. നൗ 63 പ്ലസ് ഈ 5 ഏകദേശം 68 വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1 more lakh people are still to be enrolled. So we hope that they will also apply. Now 31st വരെ ഇത് സ്പെഷ്യൽ ക്യാമ്പയിനാണ് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഈ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാൻ സാധിക്കുകയില്ല എന്നില്ല. ഇത് ഒരു കണ്ടിന്യൂസ് അപ്ഡേഷനാണ്, തുടരൊരു പ്രക്രിയയാണ്. പക്ഷേ നാളെ വരെ കിട്ടിയ അപേക്ഷ മെയിൻ വോട്ടർ ലിസ്റ്റിൽ വരും. We are going to publish the final voters list on 20th of January 2021. That will be the final list.
സോ ഈ ലിസ്റ്റിലെ വരാൻ പോകുന്നത് ദോസ് പീപ്പിൾ ഹു ഹാവ് അപ്ലൈഡ് അപ് ടു 31st of December. നാളെ വരെ January 20th. That will be the, because these claims and objections which will be received till tomorrow, നാളെ വരെ കിട്ടിയ അപേക്ഷകൾ എല്ലാം പരിശോധിക്കേണ്ടി വരും. 15-ാം തീയതി ജനുവരി വരെ ഈ അപേക്ഷകളെല്ലാം വിശദമായിട്ട് ഇപ്പോൾ പരിശോധന നടന്നു വരികയാണ്. പക്ഷേ ഇത് എല്ലാം ഡിസ്പോസ് ചെയ്തിരിക്കണം ബൈ 15th of January. അപ്പോൾ കളക്ടർമാരും തഹസീൽദാർമാരും എല്ലാ BLOമാരും എല്ലാവർക്കും നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി സ്റ്റെപ്സ് കൂടി പറഞ്ഞിട്ട് ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ്. ഇതിലെല്ലാ സ്റ്റെപ്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കി. ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇത് അപേക്ഷ കൊടുക്കേണ്ടത്. പക്ഷേ ഇത് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇത് സഹായകരമായിരുന്നു. Now people can read it and they can go online and file the applications. അപ്പോൾ 31-ാം തീയതിക്ക് ശേഷം കിട്ടിയ അപേക്ഷ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് വയ്ക്കും. അത് വീണ്ടും ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം ഇതിൻ്റെ പരിശോധന ചെയ്യും. ചെയ്തിട്ട് പിന്നെ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് വരും. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് ബിഫോർ 10 days before the withdrawal of nomination. ഈ വിഡ്രോളിൻ്റെ നോമിനേഷൻ നാമനിർദ്ദേശക പത്രികൻ്റെ പിൻവലിക്കാനുള്ള ദിവസത്തിൻ്റെ 10 ദിവസം മുൻപ് വരെ അപേക്ഷ സ്വീകരിക്കും എന്നാണ് നിയമം. അപ്പോൾ പീപ്പിൾ ഷുഡ് നോട്ട് കൺഫ്യൂസ് ദാറ്റ് ഞങ്ങൾക്ക് ഈ 31-ാം തീയതിക്ക് ശേഷം അപേക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് ധരിക്കേണ്ട. ഇറ്റ് വിൽ ബി accepted, but it will not find the place in the main voters list. It will come as a supplementary list. There form number 6, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. Form number 6 is for inclusion of the names, and those people who have shifted their names from one constituency to another constituency, they have to apply in form number 6. Form number 6A is for NRIs. NRIമാരുടെ കിട്ടിയ അപേക്ഷ ഇതുവരെ ഈ വർഷം വളരെ കുറവാണ്. 1822 ഇതുവരെ 1822. പിന്നെ കറക്ഷൻസ് ആൻഡ് ഡിലീഷൻസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഫോം നമ്പർ 7. ഫോം നമ്പർ 8 കറക്ഷൻ, നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഈ മേൽവിലാസത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഫോം നമ്പർ 8 ആണ്. ആൻഡ് ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഉള്ളിൽ നിങ്ങളുടെ റെസിഡൻസ് മാറിപ്പോയാൽ ഫോം നമ്പർ 8A. ദീസ് ആർ ദ ഫോംസ് വിച്ച് ആർ given in this pamphlet also. Another interesting thing I would like to share with you is that the number of polling stations will go up this year substantially. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ബീഹാറിലെ അടുത്ത കാലത്ത് ഇലക്ഷൻ നടത്തുകയുണ്ടായി. നമ്മുടെ കേരളത്തിലും ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നേരത്തെ ഒരു റൂറൽ ഏരിയയിൽ 1400 വോട്ടേഴ്സിൻ്റെ മാനദണ്ഡമായിരുന്നു. 1400. അപ്പോൾ അത് റിഡ്യൂസ് ചെയ്തിട്ട് 1000 ആക്കിയിട്ടുണ്ട്. 1000 വോട്ടേഴ്സ് മാത്രമേ ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോകാൻ പാടുള്ളൂ. നോട്ട് മോർ ദെൻ 1000. ഇങ്ങനെ ഞങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ കണക്കാക്കിയപ്പോൾ നമ്മുടെ മൊത്തം ഇപ്പോൾ നിലവിലുള്ള പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 25,041. ടോട്ടൽ പോളിംഗ് സ്റ്റേഷൻസ് നമ്പർ 25,041 ആണ്. പക്ഷേ ഈ 1000ൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദിസ് 15,000 more polling booths will be created, 15,000, which will be known as auxiliary polling stations. Auxiliary. The difference between the main polling station and auxiliary polling station is that auxiliary polling station have to be within the same premises of the building. It should not be in a separate building. That is the difference. But ആനുപാതികമായിട്ട് മെയിൻ പവറും കൂടും. കൂടുതൽ മെയിൻ പവർ
വേണ്ടി വരും, മെഷീൻസും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ മെയിൻ പവർ നമ്മൾ കഴിഞ്ഞ ലോക്സഭയിൽ ഉപയോഗിച്ചത് ഏകദേശം 2,31,000 ആയിരുന്നു. പോളിംഗ് ഓഫീസർ 1, പോളിംഗ് സ്റ്റേഷൻ 2, പോളിംഗ് ഓഫീസർ നമ്പർ 2, പോളിംഗ് ഓഫീസർ നമ്പർ 3 പ്ലസ് പ്രിസൈഡിംഗ് ഓഫീസർ. അങ്ങനെ കണക്കാക്കുമ്പോൾ ഏകദേശം 2,31,000 മെയിൻ പവറാണ് കഴിഞ്ഞ വർഷം. ഈ കൂടിയ സാഹചര്യത്തിൽ ഏകദേശം 2,41,000 വേണ്ടി വരും. This has gone up like this. Okay. So some of the districts will be having the issue with regard to the main power. And we have assessed the situation with the collectors. Now they are saying that if it is conducted in 2 phases, that is a general discussion. I think a lot of social media and other media ഇത് 2 ഫേസിലായിരിക്കും എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. ആധികാരികമായിട്ട് ഇതുവരെ ഒന്നും തീരുമാനം ചെയ്തിട്ടില്ല. ഇതൊരു അഭിപ്രായമാണ്. കളക്ടർമാരുടെ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളോട് ചോദിച്ചിരുന്നു എങ്ങനെ how will you overcome these difficulties of the main power. So we have just indicated that it would be better if it is held in 2 phases. But this decision will be taken after consultations with the political parties, with the state government, when the election commission team comes in the state. Anytime they may come and hold the discussions. So we will overcome that difficulty. Now another challenge is number of EVMs. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ വേണ്ടി വരും. ഈ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 40,000 ഏകദേശമായിരിക്കും ഇപ്പോൾ. ആ സാഹചര്യത്തിൽ EVMs കൂടി കൂടുതൽ വരും. അത് നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഹാവ് ഓൾറെഡി അലോട്ടഡ് അസ് ഈ മെഷീൻസ്. അപ്പോൾ 51,500 ബാലറ്റ് യൂണിറ്റ്സ്, 51,500 ballot units, 51,100 control units, and 55,300 VVPAT. ഇത് നമുക്ക് 2 സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വന്നു. മഹാരാഷ്ട്ര, തെലങ്കാന. അവിടെ ആയിരുന്നു ഇത്. അപ്പോൾ കഴിഞ്ഞ 10 ദിവസം ആയിട്ട് ഞങ്ങളുടെ ടീംസ് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഈ മെഷീൻസ് എല്ലാം സ്കാൻ ചെയ്ത് അവിടെ ക്ലിയർ ആക്കി. എല്ലാ മെഷീൻസ് ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. പാലക്കാട് മാത്രമാണ് ഇന്ന് എത്തുന്നത്. ബാക്കി എല്ലാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മെഷീൻസിൻ്റെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ഗോഡൗണിൽ പൂട്ടുന്നതിന് മുൻപ്, ബിഫോർ ദേ ആർ ലോക്ക്ഡ് ഇൻ എ ഗോഡൗൺ വിത്ത് എ ലോക്ക് സ്റ്റോക്ക് ആൻഡ് വിത്ത് സെക്യൂരിറ്റി, ദേ വിൽ ബി ചെക്ക്ഡ് thoroughly. That is known as first level checking. അത് 28-ാം തീയതി കഴിഞ്ഞ ദിവസം മുതൽ എല്ലാ ജില്ലകളിലെ എക്സെപ്റ്റ് പാലക്കാട്, കോഴിക്കോട് ആൻഡ് ഇടുക്കി we have started the first level checking of the machines. ഇത് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റിപ്രസെൻറ്റേറ്റീവ്സ് നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസിനെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ബട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ അൺഫോർച്ചുനേറ്റ്ലി not showing the interest. They are not coming there. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ അവർ ചിലപ്പോൾ ഈ പരാതികൾ ഉന്നയിക്കും. അതുകൊണ്ട് അവർ എല്ലാവരോടും ഞങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ അവിടെ പോയി നിങ്ങൾ ഈ ഫസ്റ്റ് ലെവൽ ചെക്കിങ് നന്നായിട്ട് നോക്കണം. ഈ മെഷീനിൽ എന്തെങ്കിലും കേടുപാടുണ്ടോ? കേടായിട്ടുള്ള മെഷീൻ മാറ്റി വയ്ക്കും. There are 2 categories of machines, FLC OK, FLC rejected. അപ്പോൾ റിജക്റ്റഡ് കുറച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ കുറച്ച് റിജക്ഷൻസ് മെഷീൻസ് കേട് ആയിട്ട് ഉണ്ട്. അപ്പോൾ they will be kept separate, they will be sent back and we will get the new machines. So my request to all the political parties that please go and see this exercise. This is for you, this is good for you because whatever doubts are there, it will be cleared and you will be given the opportunity for mock poll. 5 മെഷീൻസിലെ മോക്ക് പോൾ ചെയ്യാനുള്ള അവസരം കൂടി പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേലിൻ്റെ എഞ്ചിനീയർമാർ വന്നിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ നടന്നു വരികയാണ്. ബേലിൻ്റെ 4-5 എഞ്ചിനീയർമാർ എല്ലാ ജില്ലകളിലും ഇന്നുണ്ട്. കളക്ടറുടെ സാന്നിധ്യത്തിൽ ഈ FLC പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത
20-25 ദിവസത്തേക്ക് ഇത് എല്ലാ ജില്ലകളിലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് വി ഹാവ് ടു പെർ ഡേ ഒരു എഞ്ചിനീയർക്ക് ഏകദേശം 40 മെഷീൻസ് മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വെച്ചാൽ 1.5 ലക്ഷം മെഷീൻസ് ഉണ്ട്. ഈ റേറ്റിൽ നമുക്ക് അടുത്ത 20-25 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ. See, from our side we are keeping ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എല്ലാ അവസരം പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൊടുക്കുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടി തന്നെയാണ്. ഈ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ഇറ്റ് സെൽഫ് വി വാണ്ട് ഇറ്റ് ടു മേക്ക് ഇറ്റ് വെരി ട്രാൻസ്പെറൻറ്റ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുമായി വന്നാൽ അതിൻ്റെ യാതൊരു അടിസ്ഥാനം ഇല്ല. ദേ ആർ ഓൾ ബേസ്ലെസ് ബിക്കോസ് എവിടെയും ഇതുവരെ അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ചില പാർട്ടീസിൻ്റെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അങ്ങനെ പറയും. അപ്പോൾ അത് ഒരു അടിസ്ഥാനരഹിതമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഈസ് വെരി ഷുവർ ദാറ്റ് ദീസ് മെഷീൻസ് ആർ thoroughly checked in the presence of the political parties by the competent engineers and by the officers, and they are made completely zero error free. അപ്പം അവർക്ക് ഈ അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നോക്കണം. നാളെ ഇലക്ഷൻ കമ്മീഷൻ്റെ ടീം വരുന്നുണ്ട്. 3 ദിവസത്തേക്ക് ഇവിടെ എല്ലാ ജില്ലകളുടെ ഈ പ്രക്രിയയെ നോക്കാൻ വേണ്ടി ഏകദേശം 6 ഉദ്യോഗസ്ഥന്മാർ, സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മാലാപ്പുറം ഈ ജില്ലകളിൽ പോയി അവിടെ നന്നായിട്ട് ഇത് നടക്കുന്നുണ്ടോ ഇല്ല എന്ന് നോക്കും. ദിസ് ഈസ് അണ്ടർ ദ CCTV ക്യാമറ, വീഡിയോഗ്രാഫി, വെബ്കാസ്റ്റിംഗ് എല്ലാം അവിടെ ഉണ്ട്. ഇഫ് യു കം ഇൻ മൈ ഓഫീസ് യു ക്യാൻ സീ ഫ്രോം ദെയർ ഓൾസോ. ഐ ക്യാൻ സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഡിസ്ട്രിക്ട്സ്. അവിടെ ഈ FLC നടക്കുമ്പോൾ നന്നായിട്ട് അവിടെ ചെയ്യണം. ഈ മെഷീനിൽ എന്തെങ്കിലും പഴയ കടലാസൊന്നും പാടില്ല. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം. 100% ഇത് ശരിയാണ് എന്നെ ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇത് FLC ഓക്കെ എന്നുള്ള ഒരു ലേബൽ അടിച്ച് അവിടെ വയ്ക്കും. മറ്റൊരു പുതിയ നിർദ്ദേശം ഇപ്പോൾ 80+ ആൻഡ് PWDs ആണ്. നിങ്ങൾ ഇത് I think you might have heard about it, that we are going to give the postal ballot facilities to these 2 groups. അതായത് ഭിന്നശേഷിക്കാർക്കും 80 വയസ്സ് പൂർത്തി കഴിച്ച ആൾക്കാർക്ക് പോസ്റ്റൽ ബാലറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഈ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ പോവുകയാണ്. സോ ഈ ലിസ്റ്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ എല്ലാ കളക്ടർമാരോട് ഇവരുടെ പ്രത്യേക ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മേൽവിലാസ സഹിതം ഇവർ പ്രത്യേക ഫ്ലാഗ് ചെയ്തിട്ട് ഇവർക്ക് ഒരു ഫോം ഓപ്ഷന് വേണ്ടി അയക്കും. നിങ്ങൾ പോസ്റ്റൽ ബാലറ്റ് വഴിയാണോ അയക്കാൻ വോട്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, വെദർ യു ആർ കമ്മിങ് പേഴ്സണലി ഓർ യു വാണ്ട് ടു എക്സർസൈസ് യുവർ വോട്ട് ത്രൂ ദ പോസ്റ്റൽ ബാലറ്റ്. അങ്ങനെ ഇവരോട് ഓപ്ഷൻ ചോദിക്കും. പോസ്റ്റൽ ബാലറ്റ് വഴി ഈ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് അയക്കും. ദിസ് ഈസ് അനദർ ഫെസിലിറ്റി വിച്ച് വി ആർ ഗിവിങ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ടീം ഇവിടെ വരുമ്പോൾ they will have a meeting with the political parties, with all the DOs, SPs, nodal officers. നമ്മുടെ 5 വകുപ്പുകളുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിൻ്റെ നോഡൽ ഓഫീസേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് റിക്വസ്റ്റഡ് ദ ചീഫ് സെക്രട്ടറി ആൻഡ് ദേ ഹാവ് അപ്പോയിൻറ്റഡ് ദ നോഡൽ ഓഫീസേഴ്സ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 3 പേരാണ് നോഡൽ ഓഫീസേഴ്സായിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ DGP appoint ചെയ്തത്. മനോജ് അബ്രഹാം, K. Padmakumar and Vijayan. These 3 nodal officers from police department. From excise department, additional excise commissioner Sri Rajiv. From income tax department, joint director Sri Shivakumar. Forest additional PCCF Sri Rajesh Ravindran. Then goods and shell tax Sri Saraf. These were the officers who will be assisting us. This exercise we have already done. Now, as far as the police deployment is concerned, you know last time that we got some 55 companies in the Lok Sabha elections, and during the assembly elections, 159.
ആയിരുന്നു. പക്ഷേ ലോക്സഭാ സമയത്ത് കുറവായിരുന്നു. So maybe we require more this time, and we have already informed the election commission with regard to this, and we will have no problem. എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുക. ഇത്രയേ ഉള്ളൂ എൻ്റെ ഭാഗത്ത് നിന്ന്.